സംസ്ഥാനത്ത് ശക്തമായ ചൂട് വരുന്നുണ്ട്. പസഫിക് ഓഷനിൽ സൂപ്പർ എൽനിനോ വന്നതിൻ്റെ ഭാഗമായിട്ട് കൂടി തന്നെ രാജ്യത്തും ലോകത്തും ആകെ വലിയ ചൂടാണ് വരുന്നത്. സംസ്ഥാനത്തും വളരെ മോശമല്ലാത്ത ചൂട് വന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കാലാവസ്ഥയിൽ വലിയ വ്യത്യാസം വരുന്നതിൽ പശ്ചിമഘട്ട മലനിരകൾക്ക് വലിയ പങ്കുണ്ടെന്നും ബ്രസീൽ പോലുള്ള സൊമാലിയ പോലുള്ള പ്രദേശങ്ങളെ പോലുള്ള ഒരു കാലാവസ്ഥയായി കേരളം മാറുന്നു എന്നുള്ള പഠനങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ നോക്കുന്നത് ഈ ഉയർന്ന ചൂട് പറയുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും മറ്റ് ഏജൻസികളുമൊക്കെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. അത് അവർ കൊടുത്താലും ഇല്ലെങ്കിലും ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഉയർന്ന ചൂട് വന്നാൽ സൂര്യാഘാതം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സൂര്യാതപം, അതുപോലെ തന്നെ നിർജ്ജലീകരണം, ശരീരത്തിൽ നിന്ന് ഒരുപാട് വെള്ളം വിയർപ്പായും അല്ലാതെയും ഒക്കെ ക്ഷീണം പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾ, ഗർഭിണികൾ, പ്രായമായവർ, ഷുഗർ, BP അസുഖങ്ങൾ ഉള്ളവർ, കൊളസ്ട്രോൾ, അങ്ങനെ നോർമലായ ഹെൽത്തിന് പ്രശ്നമുള്ളവരും ദുർബലരായിട്ടുള്ളവർക്ക് വലിയ പ്രതിസന്ധി വരാം. ആരോഗ്യ പ്രശ്നങ്ങൾ കാര്യങ്ങൾ വരും. എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? പകൽ 11 മണി മുതൽ 3 മണി വരെയാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സമയം. നേരിട്ട് സൂര്യപ്രകാശം ശരീരത്തിൽ അടിക്കാതിരിക്കാൻ നോക്കുക. ഹെൽമെറ്റ് വയ്ക്കുക, കുട പിടിക്കുക, അങ്ങനെ ഒത്തിരി ജോലി ചെയ്യുമ്പോൾ അങ്ങനെ കാര്യങ്ങൾ, ഇങ്ങനെ പരമാവധി ഈ കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ വീടിനാണെങ്കിൽ വീട്ടിൽ ജനലുകൾ ഉണ്ടെങ്കിൽ അത് വെന്റിലേഷൻ കറക്റ്റായിരിക്കണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളിലേക്ക് പോകണം. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരണം. വെള്ളം ഇടയ്ക്കിടയ്ക്ക്, ദാഹം ചിലപ്പോൾ തോന്നില്ല, പക്ഷേ പെട്ടെന്ന് തളർന്നു വിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളം നന്നായി കുടിക്കണം, ശുദ്ധജലം കുടിക്കണം. നിർജ്ജലീകരണം ഉണ്ടാകുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റ്, സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്ത് ഈ പറയുന്ന 10-നും 3-നും ഇടയ്ക്കുള്ള സമയം ഒന്ന് ഒഴിവാക്കുക. അയഞ്ഞ ഇളനിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക. കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കണം. ORS ലായനി, എന്തെങ്കിലും ക്ഷീണമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ORS ലായനി, ഓറൽ റീഹൈഡ്രേഷൻ ലായനി, ഉപ്പിട്ട് കഞ്ഞിവെള്ളം പോലുള്ള സാധനങ്ങളൊക്കെ കഴിക്കണം. സംഭാരം കുടിക്കുന്നത്, മോര് കുടിക്കുന്നത് വളരെ നല്ലതാണ്. മാർക്കറ്റുകൾ, കെട്ടിടങ്ങൾ, മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ, ഡംപിങ് യാർഡ് എന്നിവിടങ്ങളിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഫയർ ഓഡിറ്റ് നടത്തേണ്ടതും കൃത്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യണം. ഈ മാർക്കറ്റുകളോടും പൊതുസ്ഥലങ്ങളോട് ചേർത്ത് താമസിക്കുന്ന ഒരു സ്ഥാപനങ്ങളും നടത്തുന്നവരൊക്കെ പ്രത്യേക ജാഗ്രത പുലർത്തണം. ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കാടിനടുത്ത് താമസിക്കുന്നവരും ബഫർ സോണിലുള്ളവരും വളരെ ശ്രദ്ധിക്കണം. വിനോദസഞ്ചാരികളും പ്രത്യേക ജാഗ്രത പാലിക്കണം. കാട്ടുതീ ഉണ്ടാകാനുള്ള സാധ്യത ഒഴിവാക്കണം. വനവകുപ്പിൻ്റെ കർശനമായ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ശുദ്ധജലവും ക്ലാസ് മുറിയിൽ വായുസഞ്ചാരവും ഉറപ്പാക്കണം, അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്തണം. പരീക്ഷാകാലമായാൽ പരീക്ഷാകാലുകളിൽ ശുദ്ധജലം, കുടിവെള്ളം നൽകുവാനുള്ള സംവിധാനം ഉണ്ടാകണം. സ്കൂൾ അധികൃതർ രക്ഷാടനത്തിന് പ്രത്യേക ശ്രദ്ധ പുലർത്തണം. കുട്ടികൾക്ക് കൂടുതൽ വെയിലേൽക്കുന്ന അസംബ്ലികളും മറ്റ് പരിപാടികളും ഒഴിവാക്കണം. സമയക്രമീകരണം നടത്തണം. കുട്ടികളെ വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോകുന്നവർ സ്കൂളുകൾ 11 മുതൽ 3 വരെ കുട്ടികൾക്ക് നേരിട്ട് ചൂട് ഏൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. മറ്റേ കാര്യം, ട്രെക്കിങ്ങിന് പോകുന്നവർ, വനത്തിൽ പോകുന്നവരൊക്കെ വളരെ കൃത്യമായി വെള്ളവും അതുപോലെ തൊപ്പി, കൊട, മറ്റ് സൗകര്യങ്ങളൊക്കെ ആയിട്ട് വേണം പോകാൻ. കൂട്ടമായിട്ട് വേണം പോകാൻ. ഒറ്റയ്ക്കൊന്നും ആരെയും ഒരു മലനിരകളിലും കയറ്റുമ്പോൾ, പ്രത്യേകിച്ച് ഒരുപാട് അതുപോലെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുമ്പോഴൊന്നും ഒറ്റയ്ക്ക് ആരെയും കടത്തിവിടരുത്. അതുപോലെ അംഗനവാടി കുട്ടികൾക്ക് കൂടുതൽ ചൂട് കൂടാത്ത തരത്തിലുള്ള സംവിധാനം നടപ്പാക്കാൻ പഞ്ചായത്ത് അധികൃതർ പ്രത്യേകം ശ്രദ്ധിക്കണം. പല അംഗനവാടികളും ചെറിയ ടെറസ് കെട്ടിടങ്ങളൊക്കെയാണ്. നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അത് വളരെ കൃത്യമായി അവിടെ കുടിവെള്ളം കൊടുക്കാനും കുട്ടികൾക്ക് ആവശ്യമായ മറ്റ് സംവിധാനങ്ങൾ ചെയ്യാനും ഉള്ള നടപടികൾ പഞ്ചായത്തിലെടുക്കണം. കിടപ്പ് രോഗികളുണ്ട്, പ്രായമായവരുണ്ട്, ഗർഭിണികളുണ്ട്, കുട്ടികളുണ്ട്, ഭിന്നശേഷിക്കാരുണ്ട്, മറ്റ് രോഗങ്ങൾ മൂലമുള്ള അവശതകൾ അനുഭവിക്കുന്നവരുണ്ട്. അവർ 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ കൃത്യമായി ശ്രദ്ധിക്കണം. എളുപ്പത്തിൽ സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യതയുള്ളതിനാൽ അവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയാണ് പുലർത്തേണ്ടത്. ഇരുചക്ര വാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവർ ഉച്ചസമയത്ത് സുരക്ഷിതരാണെന്ന് അതാത് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ അവർക്ക് ചൂടേൽക്കാതിരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള വസ്ത്രധാരണം നടത്താനുള്ള നിർദ്ദേശം നൽകണം. ആവശ്യമെങ്കിൽ യാത്രക്കിടയിൽ അല്പസമയം വിശ്രമിക്കാനുള്ള അനുവാദം നൽകുകയും വേണം. അത് വീട്ടുകാരും ശ്രദ്ധിക്കണം. അവർക്കിടയ്ക്ക് വെള്ളം കുടിക്കാനോ ഒന്ന് നിർത്തിയിട്ടോ തണലത്തൊക്കെ നിർത്തിയിട്ട് വരാൻ, ഫുഡ് കിട്ടാൻ താമസിച്ചു എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കരുത്. ഈ 11-നും 3-നും ഇടയ്ക്കാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. മാധ്യമപ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും ഈ കുടകൾ ഉപയോഗിക്കുകയും നേരിട്ട് വെയിലേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം. ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കുടിവെള്ളം നൽകണം. നിർജ്ജലീകരണം ഒഴിവാക്കണം. പൊതുപരിപാടികൾ, സമ്മേളനം എന്നിവ നടത്തി പങ്കെടുക്കുന്നവർക്ക് ആവശ്യമായ തണൽ, കുടിവെള്ളം, വായുസഞ്ചാരം ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ വേണം ഇതൊക്കെ ഉറപ്പുവരുത്താൻ. പകൽ 11-നും 3-നും ഇടയ്ക്കും കഴിവതും സമ്മേളനങ്ങൾ കുറച്ച് വയ്ക്കുക. യാത്രയിൽ ഏർപ്പെടുന്ന ആവശ്യമായ വിശ്രമത്തോടെ യാത്ര തുടരുന്നതാകും നല്ലത്. വെള്ളം കയ്യിൽ കരുതുക. വാഹനങ്ങളൊക്കെ കുറേ സമയം തണലത്തൊക്കെ ഇടുന്നത് നല്ലതാണ്. നിർമ്മാണ തൊഴിലാളികളും കർഷക തൊഴിലാളികളും വഴിയോര കച്ചവടക്കാരും മറ്റേതെങ്കിലും കാഠിന്യമുള്ള ജോലി ഏർപ്പെട്ട ടാർ ജോലി, അതുപോലെ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, ഇവരെല്ലാം ജോലി സമയം ഒന്ന് ക്രമീകരിക്കണം. ജോലിയിൽ ആവശ്യമായ വിശ്രമം ഉറപ്പുവരുത്തണം. തൊഴിലുറപ്പ് തൊഴിലാളികൾ വളരെ കൃത്യമായി കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങുക.
അതിനുശേഷം വൈകുന്നേരം ഇറങ്ങുക. അല്ലാതെ ഇട സമയത്ത് പ്രത്യേകിച്ച് വയസ്സായ സ്ത്രീകളൊക്കെ ധാരാളം ജോലി ചെയ്യുന്നൊരു മേഖലയാണ് തൊഴിലുറപ്പ്. വളരെ കൃത്യമായി ശ്രദ്ധിച്ച് വേണം അത് കൈകാര്യം ചെയ്യാൻ. വളർത്തുമൃഗങ്ങളും അതുപോലെ തന്നെ കുട്ടികളെയോ പാർക്ക് ചെയ്ത വാഹനങ്ങളിൽ ഇരുത്തി കൊണ്ടുപോകാൻ പാടില്ല. പിന്നെ ഇരുത്തി പോകാൻ ജലം പാഴാക്കാതെ ഉപയോഗിക്കുന്ന മഴ ലഭിക്കുമ്പോൾ പരമാവധി ജലം സംഭരിക്കുന്ന നടപടികൾ സ്വീകരിക്കണം. നിർജ്ജലീകരണം തടയാനുള്ള കുപ്പിവെള്ളം ഒരു ചെറിയ കുപ്പിയിൽ കരുതുന്നത് നല്ലതാണ്. യാത്രയ്ക്കൊക്കെ അസ്വസ്ഥങ്ങൾ അനുഭവപ്പെട്ടാൽ ഉടനെ തന്നെ അത് വിശ്രമിക്കുകയും വൈദ്യസഹായം നേടുകയും വേണം. കാലാവസ്ഥാ വകുപ്പിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എല്ലാവിധ നിബന്ധനകളും പാലിക്കണം. ഇതിനേക്കാളൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ അനാവശ്യമായ ഒരുപാട് പാഴ് ജന്മങ്ങൾ ഒരുപാട് വന്നിട്ട് കള്ളക്കഥകൾ പറയും. 55 ഡിഗ്രി ചൂട് കൂടുന്നു, 90 ഡിഗ്രി ആവുന്നു, ഇപ്പോൾ ചത്തുപോകും എന്ന് പറയും. ഒരു കാരണവശാലും ഈ അച്ഛനില്ലാത്ത കുറേ മെസ്സേജുകളാണ് അതൊക്കെ. അത് നമ്മൾ പറഞ്ഞതുപോലെ പോമോനെ ദിനേശ എന്നുള്ള കൈനിൽ അത് കളയണം. ആരും അത് വായിക്കരുത്. ഇനി വായിച്ചു പോയാലും മറ്റൊരു ഉപദ്രവം ചെയ്യരുത്. ആർക്കും അത് ഫോർവേഡ് ചെയ്യരുത്. എനിക്ക് തന്നെ 100 കണക്കിന് മെസ്സേജുകളാണ് അയച്ചിട്ട് സാർ ഇത് ശരിയാണോ എന്ന് ആളുകൾ ചോദിക്കുന്നത്. കാരണം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളെന്നുള്ള നിലയിലായിരിക്കും. ഒരു ശരിയുമില്ല. ഒരുപാട് ഏജൻസികൾ ഇങ്ങനെ സെൽഫ് ഡിഫൻസ് ഏജൻസി എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് അങ്ങനെ ഒരു ഏജൻസി ഒന്നും ഈ രാജ്യത്തില്ല. ഇല്ലാത്ത ഏജൻസി പിന്നെ മോര് കുടിക്കുക തൈര് കുടിക്കുക എന്നൊക്കെ കാലാവസ്ഥ വകുപ്പ് പറഞ്ഞതായിട്ടൊക്കെ ഉള്ള മെസ്സേജുകളാണ്. ഒന്നുമില്ല. ചിലരാണെങ്കിൽ നല്ല തമാശയാണ്. അതിനകത്ത് വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുക്കുക. ആ ലിങ്കിൽ കയറുമ്പോൾ അത് അവരുടെ സ്വകാര്യ വാട്സപ്പിന് ആളെ കൂട്ടാനുള്ള പരിപാടികളാണ്. ഇതിലൊന്നും പോയി തലയിടരുത്. വാട്സപ്പ് യൂണിവേഴ്സിറ്റി പറയുന്നതൊന്നും കേൾക്കേണ്ട കാര്യമില്ല. നെറ്റിൽ കയറി കളിക്കരുത്. ഗവൺമെൻറ്, കാലാവസ്ഥ വകുപ്പ്, ദുരന്ത നിവാരണ അതോറിറ്റി, അതുപോലെ ഗവൺമെൻറ് സംവിധാനങ്ങൾ കാലാകാലങ്ങൾ പറയും. അല്ലെങ്കിൽ മര്യാദയ്ക്ക് ചൂട് വന്നാൽ എന്ത് ചെയ്യണമെന്ന് സാധാരണ ജനങ്ങൾക്കറിയാം. ശ്രദ്ധിക്കുക. അവനവൻ്റെ ശരീരത്ത് പെട്ടെന്ന് തന്നെ കുഴഞ്ഞു വീഴാനും നിർജ്ജലീകരണം നടക്കാൻ സാധ്യതയുണ്ട്. ചൂട് അധികരിക്കുമ്പോൾ ഇവിടെ ഹ്യൂമിഡിറ്റി കൂടെ കൂടുതലുള്ളതുകൊണ്ടാണ് അത് അറിയുന്നത്. ഹ്യൂമിഡിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ ക്ഷീണിക്കില്ല. പക്ഷേ ശരീരത്തിനകത്ത് നടക്കുന്ന പ്രോസസ്സിലൂടെ നമ്മൾ കുഴഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സിംറ്റം ഇല്ലാതെ തന്നെ ചൂട് നമ്മളെ ചിലപ്പോൾ കുഴപ്പത്തിലാക്കും. അതുകൊണ്ട് ആവശ്യമായ മുൻകരുതലുകൾ എല്ലാവരും എടുക്കേണ്ടതാണ്.